എല്ലാവർക്കും VMS ടക്കീസിലേക്ക് സ്വാഗതം. അങ്ങനെ ഗുരുതരമായ ഒരു ആരോപണമാണ് അനുമോള് ഇപ്പം ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ലൈവില്. ആര്യനും ഗിസയിലും കട്ടിലിൽ കിടന്ന് അവരെന്തൊക്കെയോ കാണിക്കുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം അനുമോള് പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും അനുമോളെ. കാരണം ഇതൊരു ആരോപണമാണ്. സാധാരണ ഗെയിം പോലെ എടുക്കാവുന്ന ഒരു സാധനമല്ല. ഇത് പുറത്താവാൻ വരെ സാധ്യതയുണ്ട് അനുമോൾക്ക്. അവര് രാത്രിയില് പുതപ്പ് മൂടിക്കിടന്ന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ക്യാമറ കണ്ടിട്ടില്ല, അവിടെയുള്ള ആരും കണ്ടിട്ടില്ല. ഒരു തവണ അനുമോളാണ് ഇത് കണ്ടെന്നാണ് പറയുന്നത്. അത് അനുമോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല എന്നുള്ളത്. അനുമോൾ ഇത് കള്ളം പറയുവാണോ അതോ വേറെ എന്തെങ്കിലും പറയുവാണോ എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. ഇത് ലാലേട്ടൻ വന്നിട്ട് ഇത് എന്താണെന്നാലും ചോദിക്കും. മാത്രമല്ല ഒരു സദാചാരം പറഞ്ഞ ഇതുവരെ ഉണ്ടാക്കിയ അനുമോൾ ഉണ്ടാക്കിയ ആ ഒരു ഇമേജ് ഇപ്പം താനെ തകർന്നിട്ടുണ്ട്. എന്നിട്ടും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അനുമോളുടെ PR വർക്കേഴ്സ് ആണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുണ്ട്, PR വർക്കേഴ്സ്. അപ്പം അനുമോള് ഡേഞ്ചറസ് സോണിലാണ്. മിക്കവാറും ലാലേട്ടൻ വരുമ്പം എന്താണെന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. ആര്യനും ഗിസയിലും അവര് പുതപ്പിനടിയിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവര് പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അവള് കള്ളം പറയുവാണ് എന്നാണ് ആര്യനും ഗിസയിലൊക്കെ പറയുന്നത്. വീട്ടിലുള്ളവരാരും അത് കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് അവിടെ നടന്നെന്നുള്ളത്, ഇതിന് എല്ലാം തുടക്കമിട്ടത് മസ്താനിയും ജിഷിൻ മോഹനൊക്കെയാണ്. അവര് രാത്രി അത് ഒരു ദിവസം അവര് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് എപ്പിസോഡിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടക്കമിട്ടത്. അതിനുശേഷമാണ് അനുമോൾ ഇത് ഏറ്റ് പിടിച്ചത്. അങ്ങനെ ആ ഒരു വിഷയം അവിടെ അങ്ങനെ നടക്കുവാണ്. അതിന് ലാലേട്ടൻ വരുമ്പം ഉറപ്പായിട്ടും അനുമോൾക്ക് കിട്ടും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്.